മക്കളെ +2 റിസൾട്ട് വന്നു. കുറേ പേര് നല്ല സന്തോഷത്തിലാണ്. ഫുൾ A+ കിട്ടിയവരുണ്ട്, ഫുൾ മാർക്ക് കിട്ടിയവരുണ്ട്, അവരൊക്കെ നല്ല സന്തോഷത്തിലാണ്. പക്ഷേ ചിലരുണ്ട് അവർ നല്ല മാർക്ക് എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ എന്ത് ചെയ്യുക, ചില സബ്ജക്റ്റുകൾക്ക് A+ നഷ്ടപ്പെട്ടു, അല്ല ചില സബ്ജക്റ്റുകൾക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് കിട്ടിയില്ല. ഇങ്ങനെയുള്ളവരൊന്നും മക്കൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് സമയമുണ്ട്. നമുക്ക് റീവാലുവേഷൻ കൊടുക്കാം, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാം, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കാൻ 23 മുതൽ അപേക്ഷിക്കാം. 23 മുതൽ ഈ മാസം 27 വരെയാണ് റീവാലുവേഷൻ കൊടുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. 21-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. റീവാലുവേഷന് 500 റുപ്പീസാണ് നമ്മൾ കൊടുക്കേണ്ടത്. സ്ക്രൂട്ടിനിക്ക് 100 റുപ്പീസും ഫോട്ടോ കോപ്പിക്ക് 300 റുപ്പീസും. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, പേപ്പർ വയലേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുക്കാം. 300 റുപ്പീസ് ഫീസ് അടച്ചാൽ മതി. പക്ഷേ എല്ലാ സബ്ജക്റ്റുകൾക്കും റീവാലുവേഷൻ ഇല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾക്ക് റീവാലുവേഷൻ പോസിബിൾ അല്ല കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ഈ 3 സബ്ജക്റ്റുകൾക്ക് കഴിഞ്ഞ വർഷം വരെ റീവാലുവേഷൻ പോസിബിൾ അല്ലായിരുന്നു. കാരണം അവർക്ക് ഡബിൾ വാലുവേഷൻ കഴിഞ്ഞ സബ്ജക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ ഈ സബ്ജക്റ്റുകൾക്ക് പോസിബിൾ അല്ലായിരുന്നു. ഈ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്നിന് മാർക്ക് കുറവാണെങ്കിൽ മക്കൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുക്കാം. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് 1 മാസമുണ്ട്. 1 മാസം വ്യക്തമായി തിരുന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് A+ എത്താവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റുകൾക്ക് A+ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒറ്റ മാസം ഹാർഡ് വർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും കറക്റ്റായിട്ട് ചാനലിൽ തന്നുകൊണ്ടേയിരിക്കും. മക്കൾ എന്ത് ചെയ്യുക, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.